KSRTCയുടെ ഡ്രൈവർ യേദുവിനെ മലയാളികളെല്ലാവരും അറിയും. അതിൻ്റെ കാരണം ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു MLA-യുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മേയർ മുൻ മേയർ. ഇപ്പോഴതിൽ പുതിയ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. അദ്ദേഹം കേസ് കൊടുത്ത് ഇവർക്കെതിരെ നോട്ടീസ് വന്നിരിക്കുന്ന തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് വിട്ടിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെതിരെ. ഇത് CPM, ഈ ഒരു സംഭവം CPM-ന്റെ തിരുവനന്തപുരത്തെ വിജയത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആ കേസ്. തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രനും മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഒന്ന് മുൻ മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും CPM-ന്റെ MLA-യുമായ സച്ചിൻ ദേവിനാണ്. രണ്ടുപേർക്കും സത്യത്തിൽ അന്ന് തന്നെ അയക്കേണ്ടതാണ് ഈ കേസ്. അതെല്ലാവരും നമ്മൾ ഈ പകൽവെട്ടം പോലെ പാതിരാ വെളിച്ചത്തിൽ നമ്മൾ കണ്ടതാണ്. രാത്രിയിൽ ഇവര് അറിയാലോ, ബസ്സിനെ KSRTC ബസ്സിനെ തടഞ്ഞിട്ടിട്ട് MLA-യും കൂട്ടരും പോയിട്ട് ഈ മേയർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകളും പ്രവൃത്തിയും ഒക്കെ നമ്മൾ കണ്ടതാണ്, ചെയ്തതാണ്. അത്രയൊക്കെ ജനങ്ങൾ മുഴുവൻ കണ്ടിട്ടും നാട്ടുകാർ മുഴുവൻ സാക്ഷിയായിട്ടും കോടതി ആകെ, പോലീസ് ആകെ പരാതിപ്പെട്ട് പോലീസ് റിപ്പോർട്ട് പ്രകാരം കേസെടുത്തത് ആര്യ രാജേന്ദ്രന്റെ ഒരു സഹോദരിയുടെ പേരിൽ. സഹോദരിയുടെ പേരിൽ മാത്രം. അതൊരു പെറ്റി കേസ്. ഇതിലൊന്നും ഇടപെടാത്ത ആ കാറിൽ വെറുതെ ഇരുന്ന ആര്യ രാജേന്ദ്രന്റെ നാത്തുവിന്റെ പേരിൽ, അല്ലെ, അനിയത്തിയോ സഹോദരിയാണ്. അപ്പൊ ആര്യ രാജേന്ദ്രന്റെ സഹോദരിയുടെ പേരിൽ മാത്രം കേസെടുത്തിട്ട് അപ്പൊ എന്തായുള്ള ഗുണം എന്താ? മേയർ പ്രതിയല്ല, MLA പ്രതിയല്ല, CPM പ്രതിയേ അല്ല. അങ്ങനെ എളുപ്പത്തിലാണ് കാര്യങ്ങൾ നേടി. പക്ഷെ അതൊക്കെ ജനങ്ങൾ കണ്ടിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. ജനങ്ങൾ കണ്ടതിന്റെ ഫലം കൂടിയാണല്ലോ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷന് ജനങ്ങള് നിയമസഭയില് ശിവൻകുട്ടി ആൻഡ് പാർട്ടി നടത്തിയ അക്രമങ്ങളും കണ്ടിരുന്നതാണ്. അതെ. എപ്പോഴെങ്കിലും CPM അത് സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും സമ്മതിച്ചില്ല. ആരോ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഊറി ചിരിച്ച ഒരു വലിയ ട്രോൾ അതാണ്. ഈ CPM-നെ തോൽപ്പിക്കാനല്ല ബുദ്ധിമുട്ട്, തോറ്റു എന്ന് സമ്മതിപ്പിക്കാനാണ് എന്ന് പറഞ്ഞില്ലേ? അതുപോലെയാണ് ഇപ്പൊ എന്താ സംഭവിച്ചത്? ആര്യ രാജേന്ദ്രൻ എന്ന മേയർ ഈ കേസ് ഉൾപ്പെടെയുള്ള അനേകം കേസുകളിൽ പൊതുജനങ്ങളോട് പെരുമാറുന്ന രീതി, മനുഷ്യനോട് പെരുമാറുന്ന രീതി ജനാധിപത്യ രീതി അല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരെ തോൽപ്പിച്ചത്. ഇനി അതിന്റെ ബാക്കി കാണാനിരിക്കുന്നു. സച്ചിൻ ദേവ് MLA ആണ്. MLA-യുടെ പേരിൽ കേസെടുത്തിട്ടില്ല. MLA-യുടെ നിലപാട് എന്താണെന്ന് ആളുകൾ ഈ യദുവിന്റെ കേസിലും കണ്ടതാണ്. ആ MLA ഉൾപ്പെടെയുള്ളവർക്ക് കേരളത്തിലെ നിയമസഭയിലേക്ക് എന്ത് പണി കൊടുക്കണം എന്നുള്ള ഇനിയിപ്പോ നിയമസഭയിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് സാർ, ഇതിൽ രണ്ടിലും ഡിജിറ്റൽ എവിഡൻസ് ഉള്ളതാണ്. ഒന്ന് ഈ പറയുന്ന KSRTC-യിലെ കാര്യത്തിലും അതേപോലെ തന്നെ നിയമസഭയുടെ കാര്യത്തിലും വ്യക്തമായ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. അതിപ്പോഴത്തെ ഒരു പുതിയ രീതിയാണല്ലോ. രണ്ടാമത്തത്, അവിടെ കണ്ടിരുന്ന ആൾക്കാരുടെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. ഒരു നിരവധിയായ ആൾക്കാർ കണ്ടുപോവുകയും കണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പോലീസിന് കേസായിട്ട് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല. പോലീസിന് അതിൽ വിരോധമില്ല. പക്ഷെ വിരോധം അവർ ഭരിക്കുന്നവർക്കാണ്. പോലീസിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഭരണകർത്താക്കൾ ആ ഭരണകർത്താക്കൾ പോലീസിന്റെ പണിയെ തടയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കൃത്യവിലോപത്തെ തടസ്സപ്പെടുത്തുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? കൃത്യവിലോപത്തെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഇവർക്ക് ഫ്രീ ആയും സ്വതന്ത്രമായും ജോലി ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഭരണകർത്താക്കളാണ് മേയർ, MLA തൊട്ടുള്ളവരൊക്കെ. ബാക്കിയുള്ളവരൊക്കെ അതിന്റെ മീതേക്കാണല്ലോ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ. അപ്പോൾ അവർ പെരുമാറുന്നത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടം, എങ്ങനെയാണ് ഗവേണൻസ്, എങ്ങനെയാണ് നീതിപൂർവ്വം ആവുക എന്നുള്ള ചോദ്യമാണല്ലോ. ഈ മേയർ എന്ന് പറയുമ്പോൾ യദു എന്ന പയ്യനൊരു പൗരനാണ്. മേയറും അതേപോലെ തന്നെ സച്ചിൻ ദേവ് MLA, ഇവരൊക്കെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കണം. അയാളുടെ ഭാഗം കേൾക്കണം. ഇതുപോലെ ഇമോഷണലായിട്ടോ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല. നമ്മുടെ പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അധികാരമുള്ളപ്പോൾ ഇതിനെല്ലാം ന്യായീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഈ വോട്ട് ചെയ്ത് കയ്യിൽ മഷി പറ്റിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഇത് തിരിച്ചടിയാകുമെന്ന് എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല? അത് ചിന്തിക്കാൻ പറ്റാത്തതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം. എനിക്ക് തോന്നുന്നു KSRTC മന്ത്രി ഗണേഷ് കുമാർ പോലും ആ കേസിൽ ഈ മേയർ ശരിയല്ല, മേയറും MLA-യും ചെയ്ത് ശരിയല്ല എന്ന് നിലപാടെടുത്ത ഒരാളാണ്. പക്ഷെ അയാൾ പോലും ഹെൽപ്ലെസ് ആയിപ്പോയി. കാരണം മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരാണ് ഈ ചെയ്യുന്നത്, അവരാണ് ഭരിക്കുന്നത്. ഇപ്പൊ എന്തായാലും എന്ത് സംഭവിച്ചു? പതിറ്റാണ്ടുകളായിട്ട് ചരിത്രത്തിൽ ഒരിക്കൽ പോലും BJP ഭരിച്ചിട്ടില്ലാത്ത തിരുവനന്തപുരം നഗരസഭ ഈ ആര്യയെ കൊണ്ട് പ്രധാന പങ്ക് ആര്യക്കുണ്ടല്ലോ. ഇപ്പൊ പറയുന്ന പുതിയ വെളുപ്പിക്കൽ എന്താണെന്ന് അറിയാം. കഴിഞ്ഞ ദിവസത്തെ വിലയിരുത്തൽ CPM വിലയിരുത്തി കണ്ടു. ആര്യയെ കൊണ്ടൊന്നും അല്ല, അത് അവിടുത്തെ സംഘടനാ സംവിധാനത്തിന്റെ പരാജയമാണ്. പല വാർഡിലും സംഘടന വേണ്ട വിധം പ്രവർത്തിച്ചില്ല. ആരായിരുന്നു പ്രവർത്തിപ്പിക്കേണ്ടിയിരുന്നത്? എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല?
ഇനി അത് തന്നെ നമ്മൾ വിശ്വസനീയമായിട്ട് അറിയുന്നൊരു കാര്യം, ആര്യ രാജേന്ദ്രനുള്ള കാലത്തോളം അവിടെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പല കൗൺസിലർമാരും പല ബന്ധപ്പെട്ട പാർട്ടി ലീഡേഴ്സും അറിയിച്ചു എന്നാണ്. സാർ, അതോടൊപ്പം ഇതിനെ സംബന്ധിച്ച് നടത്തിയ വിലയിരുത്തൽ യോഗത്തില് പൊരിഞ്ഞ വാക്കേറ്റമായിരുന്നു. ഇവർക്കെതിരെ അത് ശക്തമായിട്ട് ആൾക്കാർ പ്രതികരിച്ചു. പിന്നെ ഈ പറയുന്ന പത്രങ്ങളിൽ വരാനുള്ള ന്യൂസ് എന്ന രീതിയിലാണ് പ്രസ്താവനകൾ നടത്തുന്നത്. യാഥാർത്ഥ്യം അതിന്റെ താഴെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലാണ്. അതിലൊരു കാര്യം കൂടി വളരെ ക്ലിയർ ആണ്. ഈ കാലാവധി തീരുന്നതിന്റെ പിറ്റേന്ന് വന്ന ആദ്യത്തെ വാർത്ത എന്താ? ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തോട് വിട പറയുന്നു. എന്നിട്ട് അവരെന്തോ വടക്കോട്ട് പോകുന്നു, ബാലുശ്ശേരിയിലോ ഇവിടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്താ കല്യാണം കഴിഞ്ഞത് ഇപ്പോഴാന്ന് തോന്നുന്നു. ആദ്യമായിട്ട് കോഴിക്കോട്ടൊക്കെ അങ്ങോട്ട്, കോഴിക്കോട് അവിടുത്തെ MLA ആണല്ലോ വടക്ക്. സത്യത്തിൽ ആര്യ രാജേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവ് നന്നേ ചെറുപ്പത്തിൽ പൊതുജന മധ്യത്തിലേക്ക് വന്ന് അംഗീകാരം നേടിയ ഒരു മേയറുടെ പദവിയിലൊക്കെ ഇരുന്നയാളെ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ നാട് കടത്താൻ പാടുണ്ടോ? സച്ചിൻ ദേവ് MLA ആണെങ്കിൽ ഭർത്താവിന് ഭാര്യയുടെ കൂടെ നിൽക്കാനാണെങ്കിൽ, MLA തിരുവനന്തപുരത്താണല്ലോ ഉണ്ടാവുക. അപ്പൊ ആ മേയറെയും തിരുവനന്തപുരത്ത് നിർത്തി ഇനി വേണമെങ്കിൽ അടുത്ത നിയമസഭയിലൊക്കെ നിർത്തി ജയിപ്പിക്കാനല്ലേ ശ്രമിക്കേണ്ടത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്തുകാർ സമ്പൂർണ്ണമായി കൈയൊഴിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ അർത്ഥം. അത് ഈ ഒരു സെന്റിമെന്റ്സ് രാഷ്ട്രീയത്തിൽ എപ്പോഴും വർക്കൗട്ട് ചെയ്യാനായിട്ട് CPM ശ്രമിക്കാറുണ്ട് പലയിടത്തും. ഈ ഇലക്ഷനിൽ തന്നെ പലയിടത്തും അത് കണ്ടായിരുന്നു. അതായത് അയ്യോ അച്ഛാ പോകല്ലേ എന്ന് മരിച്ചുപോയ ശ്രീനിവാസന്റെ സിനിമയിൽ പറയുന്ന പോലെ അയ്യോ ആരി പോകല്ലേ എന്ന രീതിയിൽ ജനങ്ങൾ ഭയങ്കര വിലാപം നടത്തും എന്നാണ് ഇവർ കരുതുന്നത്. ഒന്നും ഉണ്ടായില്ലല്ലോ, ഒന്നും ഉണ്ടായില്ല, ആർക്കും യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. എത്രയും വേഗം പോയി തന്നാൽ നല്ലത് എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതിന്റെ ഫലം കൂടിയാണ്. പോകുന്നതിന് മുമ്പ് തന്നെ കൊടുക്കേണ്ട ഡോസ് കൃത്യമായിട്ട് ജനങ്ങൾ കൊടുത്തു കാണിച്ചു. ആര്യ രാജേന്ദ്രനെ കുറിച്ച് അവരുടെ അണികളും അനുയായികളും എന്താണ് ചിന്തിച്ചത്, ആ നാട്ടുകാരെങ്ങനെയാണ് അവരെ കണ്ടത് എന്നുള്ളതിന്റെ തെളിവാണ് ബ്ലോക്കായിട്ട് കൊണ്ടുപോയി BJP ജയിപ്പിച്ചത്. BJPക്ക് ചരിത്രത്തിൽ ആദ്യത്തെ അവസരം കൊടുത്തത്. BJPയുടെ ശ്രമകരമായ പ്രവർത്തനങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ പ്ലാനിങ്ങിനൊക്കെ അതിൽ പങ്കുണ്ടാവാം. പക്ഷേ ആ പങ്കിനേക്കാൾ വലിയ പങ്ക് ആര്യ രാജേന്ദ്രന് കൊടുത്തതാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് BJP ഭരിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ ഭരണത്തിന്റെ ഐശ്വര്യം ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ് ചിത്രം വെച്ച് പൂജിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഏതായാലും ആര്യ രാജേന്ദ്രൻ BJPക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട നേട്ടം ഉണ്ടാക്കി കൊടുത്തു, CPMന് ഉണ്ടാക്കേണ്ട നാശവും ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോ രണ്ടു കൂട്ടരും കൈയൊഴിഞ്ഞു. അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെയാണല്ലോ ഇപ്പോഴും ഭരിക്കുന്നത്. അതേ പബ്ലിക് പ്രോസിക്യൂട്ടറും അതേ പോലീസും ഒക്കെ തന്നെയാണല്ലോ ഭരിക്കുന്നത്. യദു എന്ന് പറയുന്ന ഒരു ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന KSRTC ഉദ്യോഗസ്ഥൻ അയാളെ പിരിച്ചുവിട്ടു. എന്നിട്ടും അയാൾ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി കോടതി ഇടപെട്ടിരിക്കുന്നു, കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇനി കോടതിയുടെ മുമ്പിലും സാധാരണ പൗരെ, ഈ മേയറുടെ ആടയാഭരണങ്ങളൊന്നുമില്ലാതെ ഒരു സാധാരണ ഇന്ത്യൻ പൗരന്റെ വേഷവിധാനത്തോടെ, ഇന്ത്യൻ പൗരന്റെ ഈ ജനാധിപത്യ ബോധത്തോടെ ഇന്ത്യൻ കോടതിയുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ അവർ ബാധ്യത. അതായത് ഇവരുടെ തലയിലിരിക്കുന്ന കിരീടം ഏത് അധികാരിയും ചിന്തിക്കേണ്ടതാണ്. ഇത് ജനങ്ങൾ കൊടുത്തതാണെങ്കിൽ അത് അവിടെ നിന്ന് ഊർന്നു വീഴാനോ അല്ലെങ്കിൽ എടുത്ത് മാറ്റുവാനോ അധികം സമയമൊന്നും വേണ്ട. അത് മാറിക്കഴിഞ്ഞാൽ സാധാരണ വ്യക്തികൾ തന്നെയാണ്. നമ്മൾ ഈ പോലീസുകാരുടെ കാര്യം പറയുന്നത് പോലെയാണ്. അതായത് അവരുടെ തൊപ്പിയും ലാത്തിയൊക്കെ കാണുമ്പോൾ അവർ ഡ്യൂട്ടിയിലുള്ളപ്പോൾ നമ്മൾ പേടിക്കും. പക്ഷെ അത് കഴിഞ്ഞാലും അവർക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടതാണെന്ന് ചിന്തിച്ച് പെരുമാറണമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജനപ്രതിനിധികൾ എന്തുകൊണ്ട് സാർ ഇങ്ങനെ ചിന്തിക്കുന്നില്ല? തീർച്ചയായിട്ടും ഇത് ഈ കിരീടം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഒരു മിതമായ ജനത്തിന് തുല്യമായ ഒരു തുല്യതാബോധത്തോടെ പൗരബോധത്തോടെ ഒക്കെ പെരുമാറിയില്ലെങ്കിൽ ഈ തലയുടെ കനം കൊണ്ട് ഇത് പൊട്ടിപ്പോവും. ഈ കിരീടം അങ്ങനെ പൊട്ടിത്തെറിച്ചു പോയൊരു കിരീടമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മേയറുടെ കിരീടം. അതാണ് ആദ്യം അവർക്ക് വേണ്ട ബോധ്യം. ഇനി മണ്ണിലേക്ക് ഇറങ്ങി വന്നാൽ സാധാരണ പൗരനായി നീതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. സാറ് പറയുന്നത് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ BJPയുടെ ഐശ്വര്യമെന്നാണ്. BJPയുടെ ഐശ്വര്യമാണ്, CPMന്റെ അന്തകയുമാണ്. അത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കോടതിയുടെ മുമ്പിൽ അവർ വരട്ടെ, ഒരു സാധാരണ സ്ത്രീയായി ഇന്ത്യൻ പൗരനായിട്ട് വന്നിട്ട് നീതിപീഠത്തെ നേരിടട്ടെ. ഇപ്പൊ അവരുടെ കയ്യിൽ അലങ്കാരങ്ങൾ, അന്ന് അവർ എത്ര എളുപ്പത്തിലാണ് നിയമത്തെ മറികടന്ന് ആലോചിച്ച് നോക്കൂ. കോടതിയുടെ മുമ്പിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ, ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായി, KSRTC ബസ്സിനെ പാതിരാക്ക് തടഞ്ഞിടുന്നു, ഡ്രൈവറുമായിട്ട് വഴക്കുണ്ടാവുന്നു. അങ്ങനെ ഒരു സംഭവത്തിൽ അവർ ചെയ്യേണ്ടത് FIR ഇടാൻ അവർ മുൻകൈ എടുക്കണ്ടേ? കേസെടുക്കൂ, ഞാൻ നിയമത്തിന് അതല്ലേ ആവേണ്ടത്. ഇപ്പോ ജനം പഠിപ്പിച്ചിരിക്കുന്നു, കോടതിയും പഠിപ്പിക്കുന്നു. അതാണ് അവർ പഠിക്കട്ടെ ഇനി അങ്ങോട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.